നമസ്കാരം. ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള ഓൺലൈൻ പഠന ക്ലാസ്സിലേക്ക് വീണ്ടും നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 4 മൊഡ്യൂളുകളായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള അക്കൗണ്ടൻസിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. പുതിയ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിവ്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. These are the organizations established for the purpose of providing service to the members or society. They are not expected to earn profit but organized for social, religious, educational, cultural or charitable purposes. അപ്പോൾ സ്വന്തം അംഗങ്ങൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെയോ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇത്തരം സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല, മറിച്ച് സാമൂഹികമോ മതപരമോ കൾച്ചറലായിട്ടുള്ളതോ വിദ്യാഭ്യാസപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയോ ഒക്കെയാണ് ഇത്തരം സ്ഥാപനങ്ങളെന്ന് പറയുന്നത് പ്രധാനമായും രൂപീകരിക്കുന്നത്. പിന്നെ നമ്മൾ ചർച്ച ചെയ്തു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ബിസിനസ് സ്ഥാപനങ്ങളുടെ കണക്കെഴുത്ത് രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിൻ്റെ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഫൈനൽ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ. പ്രധാനമായും 3 കാര്യങ്ങൾ ചേർന്നതാണ്. 1 റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ് എന്നിവയാണ്. നമ്മൾ പറഞ്ഞു, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരിയഡ്. It is a summary of all receipts and payments recorded in the cash book. This account is debited with all items of receipts and credited with all payments made during the period. Balance of this account may be cash in hand or cash at bank. അപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങൾ അവർ സാധാരണയായി ഒരു ക്യാഷ് ബുക്കിൽ എഴുതി വയ്ക്കുന്നു. ഒരു വർഷം അവസാനിക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ റെസീപ്റ്റ്സിൻ്റെയും പേയ്മെൻറ്റ്സിൻ്റെയും ഒരു സമ്മറി അവർ എഴുതി ഉണ്ടാക്കുന്നു. ഈ സമ്മറിയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ ലഭിക്കുന്ന എല്ലാ വരവുകളും എല്ലാ ചിലവുകളും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനകത്ത് രേഖപ്പെടുത്തുന്നു. ഈ അക്കൗണ്ട് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്നിങ്ങനെയുള്ള ബാലൻസുകളിലായിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ a non-profit organization at the end of an accounting period to find out the surplus or deficit during the period. ബിസിനസ് സ്ഥാപനങ്ങൾ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുന്നത് പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതി അവരുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുന്നത് പോലെ ഇത്തരം സ്ഥാപനങ്ങൾക്കും ലാഭേച്ഛയില്ല എങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തുമാത്രം മിച്ചമുണ്ടായി അല്ലെങ്കിൽ കടത്തിലാണോ എന്നറിയുന്നതിന് വേണ്ടി ഇവർ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ എക്സ്പെൻസുകളും ഒരു വർഷത്തിലുണ്ടാകുന്ന ഒരു പീരീഡിലുണ്ടാകുന്ന എല്ലാ റവന്യൂ എക്സ്പെൻസുകളും ഇൻകങ്ങളും ഈ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് എല്ലാ അർത്ഥത്തിലും ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോട് സിമിലാരിറ്റിയുള്ള അതേ രൂപത്തിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ്. All the revenue expenses are debited in this account and all revenue incomes are credited to this account. ഇവിടെ റവന്യൂ എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യുകയും റവന്യൂ ഇൻകംസ് എല്ലാം തന്നെ ഇതിനകത്ത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഇവിടെയും കണക്കിലെടുക്കുന്നു. ഇവിടെ ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് that may be surplus or deficit which will be transferred to the capital fund. ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അതിനെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങളും നമ്മൾ ചെയ്തിരുന്നു. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലെ ഒരു ചോദ്യവും അതുപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഒരു പ്രോബ്ലവും നമ്മൾ വർക്കൗട്ട് ചെയ്യുകയുണ്ടായി.
ഇന്ന് നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. സ്ക്രീനിലേക്ക് നോക്കുക. എക്സസൈസ് 2. ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പേനയും ഒരു പേപ്പറും കൈവശം എല്ലായ്പ്പോഴും കരുതുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു റഫ് ബുക്ക് അല്ലെങ്കിൽ കുറച്ച് പേപ്പറുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായി നിങ്ങളത് എഴുതിയെടുക്കണം. നിങ്ങൾക്കുള്ള നോട്ട്, പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചെഴുതേണ്ട നോട്ട് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്നതായിരിക്കും. അത് നോട്ട്ബുക്കിൽ കൃത്യമായി എഴുതി സൂക്ഷിക്കുക. ഈ ചോദ്യം നമുക്ക് എഴുതാം. ആദ്യം സ്ക്രീനിലേക്ക് നോക്കുക. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രിപ്പയർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2018. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട കുറേയേറെ വരവുകളും ചിലവുകളും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ചുകൊണ്ട് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും അവരുടെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൽക്കാലം നിങ്ങൾ ആ സ്ക്രീൻ പാസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം എൻ്റെ ശബ്ദം വീണ്ടും തുടർന്ന് കേൾക്കുക. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വായിക്കാം. ചുവടെ പറയുന്ന വിവരങ്ങളിൽ നിന്നും രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന സ്ഥാപനത്തിൻ്റെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തയ്യാറാക്കാനാണ് നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് 2100 രൂപ, സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 56,800 രൂപ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 400 രൂപ, ഡൊണേഷൻസ് റിസീവ്ഡ് 6000 രൂപ, ബിൽഡിംഗ് ഫണ്ട് റെസീപ്റ്റ്സ് 55,000 രൂപ, മിസ്സലേനിയസ് റെസീപ്റ്റ്സ് 820 രൂപ, സാലറി പെയ്ഡ് 25,000 രൂപ, റെൻറ്റ് പെയ്ഡ് 9,500 രൂപ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് പർച്ചേസ്ഡ് 55,000 രൂപ, ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ് 800 രൂപ, സൺട്രി എക്സ്പെൻസസ് ഡ്യൂറിംഗ് ദ ഇയർ 3,500 രൂപ. ഇതാണ് ഈ സ്ഥാപനത്തിലെ വരവുകളും ചിലവുകളും. ഇവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യമായി ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കാം. അതുകൊണ്ട് നിങ്ങൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോം വരച്ച് അതിലേക്ക് ഈ ഐറ്റങ്ങൾ എഴുതണം. അപ്പോൾ നമുക്കറിയാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോം നമ്മൾ പഠിച്ചു. എഴുതേണ്ട വിവരങ്ങളും നമുക്കറിയാം, എഴുതുന്ന രൂപവും നമുക്കറിയാം. ഇവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ക്യാപിറ്റലാണോ റവന്യൂ ആണോ എന്നിങ്ങനെ ഐറ്റങ്ങളെ തരംതിരിക്കേണ്ടതില്ല. തന്നിരിക്കുന്ന എല്ലാ വിവരങ്ങളും അത് ക്യാപിറ്റലാണെങ്കിലും റവന്യൂ ആണെങ്കിലും കഴിഞ്ഞ വർഷത്തേതോ ഈ വർഷത്തേതോ അടുത്ത വർഷത്തേതോ ആണെങ്കിലും നിങ്ങളിതിനെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ അത് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണോ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണോ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോം ഒന്ന് മനസ്സിൽ കാണുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തതാണ്. ഇതിൽ 2 സൈഡുകൾ, ഒന്നാമത്തെ സൈഡ് റെസീപ്റ്റ് സൈഡും രണ്ടാമത്തെ സൈഡ് പേയ്മെൻറ്റ് സൈഡുമാണ്. ഹെഡിങ് എഴുതുമ്പോൾ ആദ്യം സ്ഥാപനത്തിൻ്റെ പേര്, രണ്ടാമത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന ഹെഡിങ്, അടുത്തത് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2018. ഇങ്ങനെ 3 വരികളായി ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഫോം വരയ്ക്കുക. റെസീപ്റ്റ്സ് എമൗണ്ട്, അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് എമൗണ്ട്. ഇനി ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ 1/1/2018 ബാലൻസ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബാലൻസ് മാത്രമേ തരുന്നുള്ളൂ, അത് ക്യാഷ് ഇൻ ഹാൻഡാണ്. അപ്പോൾ നമുക്കതിനെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്താം. ഓപ്പണിംഗ് ബാലൻസ് ഇപ്പോൾ നിങ്ങൾ എഴുതേണ്ടതില്ല, ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വയം ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് എന്ന് എഴുതിയിട്ട് അതിന് താഴെ ക്യാഷ് ഇൻ ഹാൻഡ് 2,100 രൂപ എന്ന് രേഖപ്പെടുത്താം. ഇനി ഓരോന്നും വായിച്ചിട്ട് അത് റെസീപ്റ്റ്സ് ആണോ പേയ്മെൻറ്റ്സ് ആണോ എന്ന് നോക്കുക. സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ഇതൊരു റെസീപ്റ്റ്സ് ആണ്, വരുമാനമാണ്. അതുകൊണ്ട് അതിന് നമുക്ക് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്താം. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ കിട്ടിയതാണ് 400 രൂപ, അതും റെസീപ്റ്റ്സ് ആണ്, രേഖപ്പെടുത്താം. ഡൊണേഷൻസ് റിസീവ്ഡ്, സംഭാവനകൾ കിട്ടിയതാണ് 6,000 രൂപ, അതും റെസീപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്താം. ബിൽഡിംഗ് ഫണ്ട് റെസീപ്റ്റ്സ്, ഈ സ്ഥാപനത്തിന് വേണ്ടി എന്തോ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ശേഖരിച്ച തുകയാണ് 55,000 രൂപ. ദെൻ മിസ്സലേനിയസ് റെസീപ്റ്റ്സ്, മറ്റ് പല വക ഇനത്തിൽ കിട്ടിയ തുകകൾ, അത്തരം റെസീപ്റ്റ്സ് 820 രൂപ. ഇതെല്ലാം നിങ്ങൾ വരച്ചിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ദെൻ അടുത്തത് സാലറി പെയ്ഡാണ്, ഇത് ചിലവാണ്, ശമ്പളം കൊടുത്തതാണ്, അതിന് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്താം. അതുപോലെ റെൻറ്റ് പെയ്ഡ്,
വാടക കൊടുത്തതാണ്, അതിനെയും ക്രെഡിറ്റ് ചെയ്യുക. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് പർച്ചേസ്ഡ്, ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്പോർട്സിൻ്റെ ആവശ്യങ്ങൾക്കായി കുറച്ച് എക്യുപ്മെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ട്, 55,000 രൂപയ്ക്ക്, അത് ക്രെഡിറ്റ് ചെയ്യാം. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, സ്ഥാപനത്തിലേക്ക് ന്യൂസ് പേപ്പറും മറ്റ് പീരിയോഡിക്കൽസും ഒക്കെ വാങ്ങിയതാണ്, അപ്പോൾ അതും നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അതുപോലെ സൺട്രി എക്സ്പെൻസസ് പെയ്ഡ്, ഈ വർഷം ചില അനാമത്ത് ചിലവുകളുണ്ടായിട്ടുണ്ട്, പല വക ചിലവുകളുണ്ടായിട്ടുണ്ട്, അതും ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവാണ്, അപ്പോൾ അതുകൊണ്ട് അതിനെയും നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. യെസ്, ഇത്രയും കാര്യങ്ങൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുക. അതിനുശേഷം ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യേണ്ട രീതി അറിയാം, ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കുക, അതായിരിക്കും കൂടുതൽ, അത് രണ്ട് സൈഡിലും എഴുതുക. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഐറ്റങ്ങളെന്ന് പറയുന്നത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് കിട്ടും. ഈ സ്ക്രീൻ ഇങ്ങനെ പാസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വയം നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ നോക്കി റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുക. തയ്യാറാക്കിയതിന് ശേഷം, ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും സ്ക്രീനിലേക്ക് നോക്കുക. എല്ലാവരും പ്രോബ്ലം ചെയ്തു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ്. ഇതിൻ്റെ ബാലൻസ് സി ഡി ക്യാഷ് ഇൻ ഹാൻഡ് 27,320 രൂപയാണ് ബാലൻസായി കിട്ടിയിരിക്കുന്നത്. ഇതേ ഉത്തരം തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതാൻ പഠിച്ചു കഴിഞ്ഞു, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടുത്തത് നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാം. അതിന് പുതിയ ചോദ്യം എഴുതേണ്ട കാര്യമില്ല, ഇതിൽ നിന്ന് തന്നെ നിങ്ങളിപ്പോൾ തയ്യാറാക്കിയ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാം. അതുകൊണ്ട് ഈ സ്ക്രീൻ പാസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോം വരയ്ക്കുക. എല്ലാവരും ഫോം വരച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെഡിങ് കൊടുക്കുക, നേരത്തെ പോലെ തന്നെ ഒന്നാമത്തെ വരിയിൽ രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന രണ്ടാമത്തെ വരിയിൽ എഴുതുക. അടുത്തത് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2018. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ആ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കിക്കോളൂ. ആ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റങ്ങളെ ഇവിടെ ക്രെഡിറ്റ് സൈഡിലും, ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റങ്ങളെ ഇവിടെ ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ രേഖപ്പെടുത്തും. പക്ഷേ അവയെല്ലാം തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നില്ല. റവന്യൂ ഐറ്റങ്ങൾ, ഏത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണോ നിങ്ങൾ തയ്യാറാക്കുന്നത്, ആ വർഷത്തെ എക്സ്പെൻഡിച്ചറും ഇൻകവും മാത്രമേ അവിടെ രേഖപ്പെടുത്തുന്നുള്ളൂ. അതും റവന്യൂ ഐറ്റംസ് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ, ക്യാപിറ്റൽ ആയിട്ടുള്ള ഐറ്റങ്ങളൊന്നും രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ഏതെല്ലാം ഐറ്റങ്ങളാണ് നമുക്ക് അവിടെ എടുക്കേണ്ടത് എന്ന് ആദ്യം പരിശോധിക്കാം. ഒന്ന്, ഇവിടുത്തെ റെസിപ്റ്റ് സൈഡ് നോക്കൂ. ആദ്യത്തെ ഐറ്റം ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്, ക്യാഷ് ഇൻ ഹാൻഡ്. അത് ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ ആ അസറ്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും യാതൊരു കാരണവശാലും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഇല്ല. അതൊരു ഇൻഡിപെൻഡൻറ്റ് അക്കൗണ്ടാണ്, ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഒഴിവാക്കുക. അതിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടതില്ല. രണ്ടാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വരിസംഖ്യ, ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു വരുമാനമാണ്. നമുക്ക് ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ ലഭിച്ചതാണ്. ഇതും ഒരു റവന്യൂ നേച്ചറുള്ള ഐറ്റമാണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്താം. ദെൻ ഡൊണേഷൻസ് റിസീവ്ഡ്, സംഭാവനകൾ ലഭിച്ചിട്ടുണ്ട് 6,000 രൂപ. ഈ ഡൊണേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പർപ്പസ് കൂടെ ഇതിനോടൊപ്പം പറയാം. ഡൊണേഷൻസ് ഫോർ ജനറൽ പർപ്പസ്, ഡൊണേഷൻസ് ഫോർ സ്പെസിഫിക് പർപ്പസ്, ഇങ്ങനെ പ്രത്യേകം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടും ഡൊണേഷൻസ് എന്ന് പറയാം. അപ്പോൾ ജനറൽ പർപ്പസിനായി സാധാരണ ലഭിക്കുന്ന സംഭാവനകൾ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താം. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാമിന് വേണ്ടിയോ ഒക്കെ ഇങ്ങനെ ആളുകൾ ഡൊണേഷൻസ് തരികയാണ് എങ്കിൽ അത്തരം ഡൊണേഷൻസ് എന്ന് പറയുന്നത് ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് അത്തരം ഡൊണേഷൻസ് എടുക്കാൻ പാടില്ല. വെറും ഡൊണേഷൻസ് എന്ന് മാത്രം തന്നിരുന്നാൽ ഇതിനെ നമുക്ക് റവന്യൂ നേച്ചറുള്ള ഒരു ഐറ്റമായി ട്രീറ്റ് ചെയ്യാം. ഡൊണേഷൻസ് റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മളുടെ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ അടുത്തത് ബിൽഡിംഗ് ഫണ്ട് റെസീപ്റ്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബിൽഡിംഗ് ഫണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുകയാണ് ഇവിടെ. അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുകയാണ് എങ്കിൽ അതൊരു ക്യാപിറ്റൽ നേച്ചറിലുള്ള റെസിപ്റ്റാണ്, ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വരുമാനമല്ല. അതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ പാടില്ല. അത് ക്യാപിറ്റൽ ഐറ്റമാണ്, അതിനെ ഒഴിവാക്കുക. ദെൻ മിസ്സലേനിയസ് റെസീപ്റ്റ്സ്, പല വക വരുമാനങ്ങൾ. ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അവിടെ ന്യൂസ് പേപ്പറുകൾ വിറ്റതോ, അല്ലെങ്കിൽ അതിന് പുരയിടമുണ്ടെങ്കിൽ അവിടെയുള്ള പുല്ലൊക്കെ എന്ത് ചെയ്യുന്നു വിറ്റതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കായ്കനികളോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുന്നതോ, അല്ലെങ്കിൽ സ്ക്രാപ്പ് മെറ്റീരിയൽസ് വിൽക്കുന്നതോ, അല്ലെങ്കിൽ പഴയ സ്പോർട്സിനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഐറ്റങ്ങളെന്ന് പറയുന്നത് അസറ്റിൻ്റെ രൂപത്തിലുള്ളതല്ലാത്ത ഐറ്റങ്ങൾ നമ്മൾ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു റവന്യൂ നേച്ചുറൽ ഐറ്റമാണ്. അതിനെ നമുക്കിതിൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡൊണേഷൻസ് റിസീവ്ഡ്, മിസ്സലേനിയസ് റെസീപ്റ്റ്സ് എന്നിവ റവന്യൂ നേച്ചുറൽ ഐറ്റങ്ങളാണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പോകാം. അവിടെ നമ്മൾ ആദ്യം കാണുന്നത് സാലറിയാണ്. സാലറി 25,000 രൂപ. അത് റവന്യൂ നേച്ചുറൽ ഐറ്റമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ സാധാരണ എടുക്കുന്ന ഐറ്റമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും രേഖപ്പെടുത്തും. സാലറി നമുക്ക് രേഖപ്പെടുത്താം. ദെൻ അടുത്തെന്ന് പറയുന്നത് റെൻ്റാണ്. റെൻറ്റ് നമുക്ക് രേഖപ്പെടുത്താം. സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്പോർട്സിന് വേണ്ടി അവർ സാധനങ്ങൾ വാങ്ങുന്നു. ഇത്തരം സാധനങ്ങൾ പ്രധാനമായും അസറ്റിൻ്റെ രൂപത്തിലുള്ളതായിരിക്കും. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് വാങ്ങുന്ന സാധനങ്ങൾ അസറ്റിൻ്റെ രൂപത്തിലുള്ളതാണ് എങ്കിൽ അത്തരം സാധനങ്ങൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ നേച്ചറുള്ള ഐറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് എക്യുപ്മെൻറ്റിനെ നമ്മൾ ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റായി തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ടതില്ല. അത് ക്യാപിറ്റൽ നേച്ചറുള്ള ഐറ്റമാണ്, നമുക്ക് ഒഴിവാക്കാം. ദെൻ അടുത്തത് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്. ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിലവാണെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അതിനെയും നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്താം. ദെൻ സൺട്രി എക്സ്പെൻസസ്, മറ്റ് പല വക ചിലവുകൾ. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അല്ലറ ചില്ലറ ചിലവുകൾ പലതുമുണ്ടാവാം. ഈ അല്ലറ ചില്ലറ ചിലവുകളാണ് നമ്മൾ സൺട്രി എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവാണ്, അതിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സാലറി, റെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, അതുപോലെ സൺട്രി എക്സ്പെൻസസ് എന്നിവ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഈ അക്കൗണ്ടിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഐറ്റങ്ങളെ അവിടെ ക്രെഡിറ്റ് സൈഡിലും, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഐറ്റങ്ങൾ നമ്മളവിടെ ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റാണ് ഉത്തരം വരുന്നത് എങ്കിൽ അത് സർപ്ലസും, ക്രെഡിറ്റാണ് ഉത്തരം വരുന്നതെങ്കിൽ അത് ഡെഫിസിറ്റുമായിരിക്കും. നിങ്ങൾ ഈ സ്ക്രീൻ പാസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം. എല്ലാവരും ഉത്തരം വർക്കൗട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോം കാണാം. അതിനകത്ത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ക്രെഡിറ്റ് സൈഡെല്ലാം കൂടെ കൂട്ടുമ്പോൾ 64,020 രൂപ വരുന്നു. അത് രണ്ട് സൈഡിലും എഴുതിയിട്ട് അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ ഐറ്റങ്ങളാണ് കുറവ്, അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ ഐറ്റങ്ങൾ കുറയ്ക്കുക. അപ്പോൾ 25,220 രൂപ നമുക്ക് കിട്ടുന്നു. അതിന് നേരെ നമ്മൾ രേഖപ്പെടുത്തുന്നു സർപ്ലസ് ക്യാരിഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഇവിടെ നമുക്ക് മിച്ചമാണ്, കാര്യം ഇൻകമാണ് കൂടുതൽ. എക്സസ് ഓഫ് ഇൻകം ഓവർ ദ എക്സ്പെൻഡിച്ചർ ഈസ് കാൾഡ് സർപ്ലസ്. സർപ്ലസ് 25,220 രൂപയാണ്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ഇവിടെ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിന് ഒരു ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് എന്നിവയില്ല. ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നുമില്ല. ഒഴിവാക്കേണ്ട ഐറ്റങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള ഐറ്റങ്ങൾ മാത്രം അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്.
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ശ്രദ്ധിച്ചു നോക്കുക. 25,220 രൂപയാണ് നിങ്ങൾക്ക് ഉത്തരമായി കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോബ്ലം ശരിയാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കി എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും വിശദമായി ചർച്ച ചെയ്യുകയും അതിലെ പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചുള്ള പഠനം അവസാനിച്ചിട്ടില്ല. നമ്മളതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് മാത്രമാണ് കഴിഞ്ഞ 2 ചോദ്യങ്ങളിലായി മനസ്സിലാക്കിയത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശാലമായി പഠിക്കാനുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മാത്രമേ എളുപ്പത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് സ്വയം തയ്യാറാക്കാൻ കഴിയും. പ്രധാനമായും 10 വ്യത്യാസങ്ങളാണ് ഇവ തമ്മിൽ. പരീക്ഷയ്ക്ക് ഇത് ഒരു പ്രത്യേക ചോദ്യമായി തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു തിയറി ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഒന്നാമത്തെ വ്യത്യാസം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്, എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നമ്മൾ നേരത്തെ രണ്ടും പറഞ്ഞു, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്, എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, റിയൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് എല്ലാ റെസീപ്റ്റ്സും ഡെബിറ്റ് ചെയ്യുകയും എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യുകയും ഇൻകങ്ങൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ വ്യത്യാസം പറയുന്നു, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് സിമിലർ ടു ദ ക്യാഷ് ബുക്ക് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനം തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കിനോട് സാമ്യതയുള്ളതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. എന്നാൽ ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് ഈസ് സിമിലർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോട് സിമിലാരിറ്റി ഉള്ളതാണ് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ മൂന്നാമത്തെ വ്യത്യാസം പറയുന്നു, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ആൾ പേയ്മെൻറ്റ്സ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ക്യാഷ് ബുക്ക് പോലെ തന്നെ എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും അവിടെ ഡെബിറ്റ് ചെയ്യുകയും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും അവിടെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ എല്ലാ റെസീപ്റ്റ്സും എല്ലാ പേയ്മെൻറ്റ്സും നമുക്ക് ഇതിനകത്ത് രേഖപ്പെടുത്താം. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് റവന്യൂ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് റവന്യൂ ഇൻകംസ്. ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഡെബിറ്റ് ചെയ്യുകയും ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വരുമാനങ്ങൾ അവിടെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ നാലാമത്തെ വ്യത്യാസത്തിലേക്ക് വരുന്നു, ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ഇൻ ബാങ്ക്. നിലവിലുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ, പുതിയ സ്ഥാപനമാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. നിലവിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിന് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാഷ് ഇൻ ബാങ്ക് ആയിരിക്കാം, ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടായിരിക്കാം. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ് ഓർ ക്ലോസിംഗ് ബാലൻസ്. അതിന് ഓപ്പണിംഗ് ബാലൻസും ഇല്ല, ക്ലോസിംഗ് ബാലൻസും ഇല്ല. സാധാരണ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞു, സിമിലാരിറ്റി ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസിൽ നിന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടൊന്നും ഇതിനൊന്നും പ്രത്യേകമായി ഇതിന് തയ്യാറാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ് ഓർ ക്ലോസിംഗ് ബാലൻസ്. ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്ന സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. അത് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന് ക്ലോസിംഗ് ബാലൻസും ഉണ്ടാകില്ല. ദെൻ അഞ്ചാമത്തെ വ്യത്യാസം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റെക്കോർഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ക്യാപിറ്റൽ, റവന്യൂ എന്നിങ്ങനെ തരംതിരിവുകളില്ലാതെ എല്ലാ വിവരങ്ങളും എല്ലാ ഐറ്റങ്ങളും നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്.
എന്നാൽ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിലോ ഇറ്റ് റെക്കോർഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലം ആസ്പെക്ട്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റങ്ങൾ ക്യാപിറ്റലാണോ റവന്യൂ ആണോ എന്ന് തരംതിരിച്ചതിന് ശേഷം മാത്രമേ നമുക്കതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തണമോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയൂ. ദെൻ ആറാമത്തെ വ്യത്യാസം, ഇറ്റ് ഡീൽസ് വിത്ത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഡീൽസ് വിത്ത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ ആൻഡ് കമ്മിങ് ഇയേഴ്സ് ഓർ സക്സീഡിങ് ഇയേഴ്സ്. ഇവിടെ കാലങ്ങളെ വേർതിരിക്കുന്നില്ല. ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ചിലവ് തന്നിരുന്നാൽ അത് കഴിഞ്ഞ വർഷത്തേതാണെങ്കിലും ഈ വർഷത്തേതാണെങ്കിലും വരുന്ന വർഷത്തേതാണെങ്കിലും അതെല്ലാം തന്നെ ഇതിനകത്ത് രേഖപ്പെടുത്തും. ഈ വർഷം ലഭിച്ചിട്ടുള്ള എല്ലാ വരുമാനങ്ങളും ഈ വർഷത്തെ അക്കൗണ്ടിൽ നമുക്ക് രേഖപ്പെടുത്താം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ എടുത്തെഴുതുമ്പോൾ ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ കറണ്ട് ഇയർ ഓൺലി. ഈ വർഷത്തെ വരവുകളോ ഈ വർഷത്തെ ചിലവുകൾ മാത്രമോ ഇവിടെ എഴുതാനാവൂ. അപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് തരുന്നു, വരിസംഖ്യ, അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വരിസംഖ്യ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അതിൽ കഴിഞ്ഞ വർഷത്തേതും ഈ വർഷത്തേതും അടുത്ത വർഷത്തേതും തന്നിരുന്നാൽ അതിൽ ഈ വർഷത്തെ വരുമാനം മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. കഴിഞ്ഞ വർഷത്തേതും അടുത്ത വർഷത്തേതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പാടില്ല. ദെൻ ഏഴാമത്തെ വ്യത്യാസം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ നോട്ട് മെയ്ഡ്. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ, നമ്മൾക്ക് ക്യാഷ് ബുക്കിൽ സാധാരണ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുന്നില്ല എന്നതുപോലെ തന്നെ ഇവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദിസ് അക്കൗണ്ട്. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ക്യാഷ് ബുക്കിൽ ഒരു വിവരം രേഖപ്പെടുത്തുമ്പോൾ പൈസ കിട്ടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നു, പൈസ കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്നാൽ കിട്ടാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്, അത്തരം വിവരങ്ങൾ ക്യാഷ് ബുക്കിൽ നമ്മൾ സാധാരണയായി രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഈ വർഷത്തെ എല്ലാ വരുമാനങ്ങളും അത് കിട്ടിയതിനോടൊപ്പം കിട്ടാനുള്ളതും രേഖപ്പെടുത്തേണ്ടി വരും. അതുപോലെ കൊടുത്തതിനോടൊപ്പം ഇനി കൊടുക്കാനുള്ളതും രേഖപ്പെടുത്തേണ്ടി വരും. അങ്ങനെ കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും കൂടി കണക്കിലെടുത്താൽ മാത്രമേ ഈ വർഷത്തെ ശരിയായ ലാഭം അല്ലെങ്കിൽ ശരിയായ നഷ്ടം നമുക്ക് കണ്ടുപിടിക്കാനാവൂ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. ദെൻ എട്ടാമത്തെ വ്യത്യാസം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് ഈസ് ക്യാരിഡ് ടു ദ നെക്സ്റ്റ് ഇയർ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഒരു വർഷത്തെ ബാലൻസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. അതായത് ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസായി മാറും. ഈ വർഷത്തെ സി ഡി ബാലൻസ് അടുത്ത വർഷത്തെ ബി ഡി ബാലൻസായി ക്യാരി ഓവർ ചെയ്യുന്നു. എന്നാൽ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഒരിക്കലും അങ്ങനെ അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതിന് ബാലൻസ് ഇല്ല. അതിൻ്റെ മിച്ചം എന്ന് പറയുന്നത് സർപ്ലസ് ആയാലും ഡെഫിസിറ്റ് ആയാലും അത് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് മാറ്റുന്നത്. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂട്ടുകയും ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും. ദെൻ ഒൻപതാമത്തെ വ്യത്യാസം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് നോട്ട് അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനോടൊപ്പം ബാലൻസ് ഷീറ്റ് ഉണ്ടാവുന്നില്ല. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാഷ് ബുക്കിലെ ഒരു സമ്മറി മാത്രമാണ്. അതിൽ നിന്ന് നേരിട്ട് ബാലൻസ് ഷീറ്റ് നമുക്ക് തയ്യാറാക്കാനും ആവില്ല. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതി സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ കഴിയും. സാധാരണ ബിസിനസ് സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് പോലെ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷം അതിനെ തുടർന്ന് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നുണ്ട്. ദെൻ പത്താമത്തെ അവസാനത്തെ വ്യത്യാസം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ only cash transactions find a place in this account. ക്യാഷ് ഇടപാടുകൾ മാത്രമാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. പൈസ വരുന്നതും പൈസ പോകുന്നതും മാത്രമാണ് നമ്മളുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രണ്ട് സൈഡുകളിലായി രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൾസോ ഫൈൻഡ് എ പ്ലേസ് ഇൻ ദിസ് അക്കൗണ്ട്. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും ഇവിടെ രേഖപ്പെടുത്തും. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ഡിപ്രീസിയേഷൻ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അസറ്റിന് തേയ്മാനം സംഭവിക്കുമ്പോൾ ആ തേയ്മാനം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് ട്രാൻസാക്ഷനാണ്. ചില ചിലവുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് പൈസ ചിലവാകണം എന്നില്ല. അത് ചിലവായി
പക്ഷേ രേഖപ്പെടുത്തേണ്ടി വരുമെങ്കിൽ മാത്രമേ നമുക്ക് നഷ്ടം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരു വാഹനം ഉപയോഗിക്കുന്നു, അപ്പോൾ അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. ഒരു ടയർ തേയുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് നേരിട്ട് പൈസ പോകുന്നില്ല, പക്ഷേ ടയർ തേയുന്നത് ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും നമ്മൾ എവിടെ രേഖപ്പെടുത്തേണ്ടി വരും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടി വരും. പക്ഷേ ഇത്തരത്തിലുള്ള ഐറ്റങ്ങളൊന്നും തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നില്ല. ഇങ്ങനെ പ്രധാനമായും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിൽ 10 വ്യത്യാസങ്ങളുണ്ട്. ഇത് എഴുതിയെടുത്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചും ഏകദേശം നിങ്ങൾക്ക് ധാരണ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് കൂടുതൽ പ്രോബ്ലങ്ങളുമായി നമ്മൾ അടുത്ത മൊഡ്യൂളിൽ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.